നമുക്ക് സ്റ്റീരിയോ ഐസോമെറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നോക്കി വെക്കാം. അപ്പോൾ സ്റ്റീരിയോ ഐസോമെറിസം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മോളിക്യൂൾസ് വിത്ത് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ്. അതായത് മോളിക്കുലാർ ഫോർമുല സെയിം, സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ അത്തരം ഐസോമേഴ്സാണ് സ്റ്റീരിയോ ഐസോമേഴ്സ്. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ സ്റ്റീരിയോ ഐസോമെറിസം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് നോക്കേണ്ടത്. കോർഡിനേഷൻ നമ്പർ 4 വരുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, അതായത് സെൻട്രൽ മെറ്റൽ ആറ്റം 4 ലിഗാൻസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള കോർഡിനേഷൻ നമ്പർ 4 വരുന്ന കോംപ്ലക്സസ് നോക്കണം. പിന്നെ അതുപോലെ തന്നെ കോർഡിനേഷൻ നമ്പർ 6 വരുന്ന കോംപ്ലക്സസും നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കോർഡിനേഷൻ നമ്പർ 4 വരുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ സ്റ്റീരിയോ ഐസോമെറിസം ഏതാണെന്ന് നോക്കാം. കോർഡിനേഷൻ നമ്പർ 4 വരുമ്പോൾ 2 രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണ്. ഒന്നാമത്തെയാണ് സ്ക്വയർ പ്ലനാർ അറേഞ്ച്മെൻറ്റ്. ഒരു സ്ക്വയറിൻ്റെ സെൻട്രൽ മെറ്റൽ ആറ്റും അതിൻ്റെ 4 വെർട്ടെക്സിലായിട്ട് ലിഗാൻസും ആണെങ്കിൽ ആ അറേഞ്ച്മെൻ്റ് ആണ് സ്ക്വയർ പ്ലാനാർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ക്വയർ പ്ലാനാർ അറേഞ്ച്മെൻറ്റിൽ 4 ലിഗാൻസ് ഉണ്ട്. ഈ 4 ലിഗാൻസിൽ 2 എണ്ണം ഡിഫറെൻ്റ് ആയിട്ട് വരികയാണ്. 2 എണ്ണം ഒരു ടൈപ്പ് ലിഗാൻഡ്, 2 എണ്ണം വേറെ ടൈപ്പ് ലിഗാൻഡ് ആണെങ്കിൽ അങ്ങനത്തെ കോമ്പൗണ്ട്സ്, അതായത് എം മെറ്റൽ A2B2 എന്ന് പറയുന്ന ഈ ജനറൽ ഫോർമുലയിലുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സ് സ്റ്റീരിയോ ഐസോമെറിസം കാണിക്കും. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് വിത്ത് ജനറൽ ഫോർമുല MA2B2. MA2B2 ജനറൽ ഫോർമുലയിലുള്ള വരുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട്സ് സ്റ്റീരിയോ ഐസോമെറിസം കാണിക്കുന്നുണ്ട്, ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റീരിയോ ഐസോമെറിസത്തിൽ നമ്മൾ ആദ്യത്തെ ജോമെട്രിക്കൽ ഐസോമെറിസം ആണ് നോക്കുന്നത് കേട്ടോ. സ്റ്റീരിയോ ഐസോമെറിസത്തിൽ ജോമെട്രിക്കൽ ഐസോമെറിസം ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമെറിസത്തിൽ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് കാണിക്കുന്ന ജോമെട്രിക്കൽ ഐസോമെറിസം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് പോസിബിളാണ്. സെൻട്രൽ മെറ്റൽ ആറ്റം ഇവിടെ A എന്നുള്ള ലിഗാൻഡ്, B A B. അപ്പോൾ ഇവിടെ ഈ സെയിം ലിഗാൻഡ് ഡിഫറെൻ്റ് ആയിട്ടാണ്, അതായത് ഓപ്പോസിറ്റ് സൈഡിലാണ് സെയിം ലിഗാൻഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ട്രാൻസ് ഫോമാണ്, ട്രാൻസ് ഐസോമറാണ്. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമെറിസം അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമെറിസം എന്ന് പറഞ്ഞു. അതിലത്തെ ട്രാൻസ് ഫോമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതോ, ഈ ലിഗാൻഡ് തന്നെ ഒരേ സൈഡിൽ വന്നൂടെ, MA B B. ഇവിടെ സെയിം ലിഗാൻസ് ഒരേ സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇത് സിസ് ഐസോമറാണ്, സിസ് ഐസോമർ. അപ്പോൾ ഇതിന് ഒരു ജനറൽ എക്സാമ്പിൾ ആണ്, ഇതൊരു ജനറൽ എക്സാമ്പിൾ ആണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ വേറെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ PTNH3 twice Cl2 എന്ന് പറയുന്ന ഈ കോംപ്ലക്സ്, PTNH3 twice Cl2 എന്ന് പറയുന്ന ഈ കോംപ്ലക്സ് എന്ത് കാണിക്കുന്നുണ്ട്, ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുന്നുണ്ട്. അത് 2 ഫോമിൽ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. NH3 സെയിം സൈഡിൽ വരുന്ന സിസ് ഫോം, അതുപോലെ തന്നെ ഇത് സിസ് ഫോമാണ്. അതുപോലെ തന്നെ NH3 ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ട്രാൻസ് ഫോം. അങ്ങനെ 2 ഫോമിൽ ഈ കോംപ്ലക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജോമെട്രിക്കൽ ഐസോമെറിസം, സിസ് ട്രാൻസ് ഐസോമെറിസം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള കോമ്പൗണ്ട്സ് ആണ്? സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് വിത്ത് MA2B2 ജനറൽ ഫോർമുലയിലുള്ള സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് ജോമെട്രിക്കൽ ഐസോമെറിസം അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമെറിസം കാണിക്കും. അത് 2 ഫോമിൽ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, സിസ് ഫോമിലും ട്രാൻസ് ഫോമിലും എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് PTNH3 twice Cl2. അപ്പോൾ ഇതിൻ്റെ പേര് എഴുതുന്ന സമയത്ത് ഇതിനെ രണ്ടിനെയും കൂടിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരിൻ്റെ കൂടെ നമുക്ക് എന്ത് പറയാം? സിസ് പ്ലാറ്റിനം ഡൈ അമീൻ ഡൈ ക്ലോറിഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫോമിൽ നമുക്കറിയാം, അല്ല, സിസ് ഡൈ അമീൻ ഡൈ ക്ലോറിഡോ പ്ലാറ്റിനം എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് ഈ കോമ്പൗണ്ട് നെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, സിസ് ട്രാൻസ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ നെയിം ചെയ്യാം. ഇനി അപ്പോൾ ഇതാണ് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് കാണിക്കുന്ന ജോമെട്രിക്കൽ ഐസോമെറിസം. അതായത് ഒരേ ലിഗാൻഡ് തന്നെ സെയിം സൈഡിലാണോ ഡിഫറെൻറ്റ് സൈഡിലാണോ വരുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ സിസ് ഫോമും ട്രാൻസ് ഫോമും പറഞ്ഞത്. ഇനി ടെട്രാഹെഡ്രൽ കോമ്പൗണ്ട്സ് ആണെങ്കിൽ, ഇതാണ് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ. ഇങ്ങനെയുള്ള ടെട്രാഹെഡ്രൽ കോമ്പൗണ്ട്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ടെട്രാഹെഡ്രൽ കോമ്പൗണ്ട്സിൻ്റെ ജോമെട്രിക്കൽ ഐസോമെറിസം നമുക്ക് നോക്കണം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിഗാൻഡ് നമ്മൾ എടുത്തു നോക്കി. ഇതിൽ ഇപ്പുറത്ത് വരണതാണെങ്കിലും ഏതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ലിഗാൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ലിഗാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ വരണത്, സെയിം സൈഡിൽ ഏതാ വരണേന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം
ഒരേ ഭാഗത്ത് തന്നെയാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഇപ്പുറത്തുള്ള ലിഗാൻഡും അതുപോലെ തന്നെയാണ് ഇപ്പുറത്ത് വരുന്ന ലിഗാൻഡും. അപ്പോൾ ഒക്കെ സെയിം സൈഡിലാണ് വരണേ. എല്ലാം സിസ് പൊസിഷൻസ് ആണ്. ഓപ്പോസിറ്റ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന പൊസിഷൻ ഏതാന്ന് ഇല്ല. ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഇങ്ങനെ ഒരു പൊസിഷൻ ഇതിനില്ല ടെട്രാഹെഡ്രൽ ഫോമിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ടെട്രാഹെഡ്രൽ കോമ്പൗണ്ട്സ് ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കില്ല. ഇങ്ങനെ തിരിച്ചിട്ടാലും ഇവിടെ തിരിച്ചിട്ടാലും എങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാലും എല്ലാ പൊസിഷനും, നമ്മളൊരു ലിഗാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പൊസിഷനും സിസ് പൊസിഷൻസ് ആണ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോം പറയാൻ പറ്റിയാലല്ലേ നമുക്ക് സിസ് ട്രാൻസ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ അത് പറ്റാത്തത് കൊണ്ട് ടെട്രാഹെഡ്രൽ കോംപ്ലക്സസ് ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4 ഉള്ള കോമ്പൗണ്ട്സിൻ്റെ ജോമെട്രിക്കൽ സ്റ്റീരിയോ ഐസോമെറിസത്തിൽ ജോമെട്രിക്കൽ ഐസോമെറിസം നോക്കുകയാണെങ്കിൽ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുന്നുണ്ട്, സിസ് ഫോമിലും ട്രാൻസ് ഫോമിലും എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടെട്രാഹെഡ്രൽ കോംപ്ലക്സസിന് എന്താണ് ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുന്നില്ല. കാരണം അതിൽ ഏതൊരു ലിഗാൻഡ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാ പൊസിഷനും സിസ് പൊസിഷൻസ് ആയിട്ടാണ് നമുക്ക് തോന്നുക. ട്രാൻസ് പൊസിഷൻ വന്നിട്ട് ഏതാണ് ഇതിന് ട്രാൻസ് പൊസിഷൻ ഏതാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ടെട്രാഹെഡ്രൽ കോംപ്ലക്സസ് ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കില്ല.